ഹായ് ഫ്രണ്ട്സ്, ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ഒരു അടിപൊളി ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് ഫുള്ളായിട്ടും കാണാനും കൂടെ ഒന്ന് ശ്രമിക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ 2.5 മീറ്ററിൻ്റെ ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. പ്രിൻ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 മീറ്റർ അതിന് ചേരുന്ന കോൺട്രാസ്റ്റ് കളറായിട്ടുള്ള ഒരു പ്ലെയിൻ മെറ്റീരിയൽ കൂടെ എടുത്തിട്ടുണ്ട്. ഇതിന് 1/2 മീറ്റർ തന്നെ വേണമെന്നില്ല, 1/4 മീറ്റർ ആയാലും മതി. അപ്പോൾ 1/4 മീറ്റർ ചോദിച്ചാൽ നമ്മുടെ കടയിലൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ 1/2 മീറ്ററാണ് വാങ്ങിച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ കുർത്തിക്ക് ലൈനിങ് വെക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ്ങിനായിട്ട് 2 മീറ്ററിൻ്റെ ക്രേപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്ക് ഇച്ചിരി കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ്. എന്നാൽ തനി കോട്ടണും അല്ലാത്തൊരു മെറ്റീരിയലാണ്. അങ്ങനെ നമ്മൾ ആദ്യം ഈ മെറ്റീരിയൽ നീളത്തിലൊന്ന് മടക്കി പിന്നെ വീതിയിലും മടക്കിയിട്ട് നമ്മളിങ്ങനെ 4ആയിട്ടിട്ടിട്ട് ആദ്യം നമ്മൾ 1/2 ഇഞ്ച് മുകളിൽ നമ്മുടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ ആ ഭാഗത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്തെടുക്കും. എന്നിട്ട് താഴത്തേക്ക് ആം ഹോളിൻ്റെ ലെങ്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ ഷോൾഡറിൻ്റെ വീതി കൊടുത്തേക്കുന്നത് 6.5 ഇഞ്ചും ആ ലൈനിൽ നിന്ന് താഴത്തേക്ക് ആം ഹോളിൻ്റെ ലെങ്ത് കൊടുത്തേക്കുന്നത് 6 ഇഞ്ചും. എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്തു. ഇവിടുത്തെ ചെസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 9.5 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമ്മളിതുപോലെ ലൈൻ മാർക്ക് ചെയ്തു. ഇനി എന്നിട്ട് നമ്മുടെ ആം ഹോള് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ആം ഹോളിൻ്റെ കർവ് വെച്ചിട്ട് കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ ആ കർവ് ഉണ്ടല്ലോ അത് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇവിടുത്തെ എൻ്റെ ആം ഹോളിൻ്റെ വണ്ണം എന്ന് പറയുന്നത് കൈക്കുഴിയുടെ വണ്ണം എന്ന് പറയുന്നത് 9.25 കണ്ടോ. ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്തപ്പോൾ എനിക്കത് 9.25 തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഷോൾഡർ മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്ന് താഴത്തേക്ക് 14 ഇഞ്ച് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്. ഓരോരുത്തർക്കും ഓരോ ലെങ്ത് ആയിരിക്കും. അവിടെ വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ് അവിടുത്തെ എൻ്റെ വണ്ണം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി അതും ലൈനായിട്ട് വരച്ചു. ഇനി അടുത്ത ഹിപ്പിൻ്റെ ലെങ്ത് 20 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 12 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മളിത് എലൈനായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനാണ് ഞാൻ 12ഉം 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം. അതൊന്നും വിട്ടുപോയേ, ആദ്യമേ മാർക്ക് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ ആ ലൈനിൽ നിന്ന് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് 46 ഇഞ്ചാണ്. താഴ്വശം മടക്കി അടിക്കാൻ വേണ്ടി 1 ഇഞ്ചും കൂടെ കൊടുത്തിട്ട് 47 ഇഞ്ചിൽ ഇതേപോലെ താഴ്ഭാഗത്ത് ലൈൻ വരച്ച് കൊടുത്തു. എന്നിട്ട് നമ്മളങ്ങ് കട്ട് ചെയ്തങ്ങ് മാറ്റണം. അപ്പോൾ കണ്ടോ, എനിക്ക് അത്രയും പീസേ ഉള്ളൂ ബാക്കി കിട്ടിയത്. ഇനി എന്നിട്ട് നമ്മൾ എലൈൻ കുർത്തി ആയതുകൊണ്ട് നമുക്ക് സൈഡ് തൂങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി താഴ്ഭാഗത്ത് അങ്ങേ അറ്റത്ത് 2.5 ഇഞ്ച് നമ്മൾ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് നമ്മളിങ്ങനെ വളച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി എന്നിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹിപ്പിൻ്റെ ആ തയ്യൽ തുമ്പുണ്ടല്ലോ, ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇതേപോലെ നീളമുള്ള ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ താഴെ നമ്മൾ 2.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തില്ലേ, അവിടോട്ട് വെച്ചിട്ട് ഇതേപോലെ ഒരു ലൈൻ കൊടുക്കണം. ഇനി എന്നിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ തയ്യൽ തുമ്പ് വേസ്റ്റിൻ്റെ തയ്യൽ തുമ്പ് അതേപോലെ ഹിപ്പിൻ്റെ തയ്യൽ തുമ്പും തമ്മിൽ ഇതുപോലെ കണക്ട് ചെയ്ത് ജോയിൻ്റ് ചെയ്തൊന്ന് വരയ്ക്കും. എന്നിട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമ്മളിപ്പോൾ എങ്ങനെയാണോ ഇത് ഷേപ്പ് ചെയ്ത് അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി എന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ നമ്മുടെ ലൈനിങ്ങും ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതേ രീതിയിൽ സെയിം രീതിയിൽ തന്നെ നമ്മൾ ലൈനിങ്ങും ഒന്ന് കട്ട് ചെയ്യുക. ഇനി എന്നിട്ട് ഫ്രണ്ട് ഭാഗം ഇതുപോലെ മടക്കിയിട്ടിട്ട് നമ്മൾ ഫ്രണ്ട് ഒന്ന് ആം ഹോളൊന്ന് കുഴിച്ച് 1/2 ഇഞ്ച് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ തുടങ്ങുന്ന ഭാഗത്ത് നേരിയതായിട്ട് വന്നിട്ട് നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്തതിൻ്റെ അവിടം തൊട്ട് 1/2 ഇഞ്ച് നമ്മളൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്താൽ മതി. ഇനി എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തതിൻ്റെ ബാക്കി തുണിയാണ് ഞാനിവിടെ സ്ലീവിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ മുകൾ വശത്തെ എൻ്റെ സ്ലീവിൻ്റെ വീതി മാർക്ക് ചെയ്യാൻ കണ്ടോ, എനിക്ക് അത്രയും ഭാഗത്ത് തുണിയില്ല. ഞാൻ അതുകൊണ്ട് ഇതേപോലെ ഒരു പേന വെച്ച് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്യുക. ആ വൈറ്റാണ് താഴത്തെ ബോർഡർ ഉള്ളതുകൊണ്ട്
ഞാനത് ചോക്ക് വെച്ച് മാർക്ക് ചെയ്താൽ കാണത്തില്ല. അതിന് ഞാൻ ഇതേപോലെ പേന വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 9 ഇഞ്ച്. എന്നിട്ട് ആ 9 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നമ്മൾ 3.5 ഇഞ്ച് കൈക്കുഴി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 3.5 ഇഞ്ച് ഇതേപോലെ കൈക്കുഴി മാർക്ക് ചെയ്തു. ഇനി എന്നിട്ട് അതൊരു ലൈനായിട്ട് അങ്ങ് വരയ്ക്കണം. കണ്ടോ, അത്രയും ഒരു ലൈനായിട്ട് നമ്മൾ വരച്ചു. അപ്പം 3.5 ഇഞ്ച് കൈക്കുഴിയും കിട്ടി, നമ്മുടെ മുകളിലത്തെ വണ്ണവും കിട്ടി. ഇനി എന്നിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മളിപ്പോൾ 3.5 ഇഞ്ച് കൈക്കുഴി വരച്ചില്ലേ, അവിടെ തൊട്ട് നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്തൊന്ന് വരയ്ക്കുക. അത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കണേ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കവിടെ 10 ഇഞ്ചോളം കിട്ടി. അതിൻ്റെ സെൻറ്റർ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി എന്നിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു 1.5 ഇഞ്ച് വീഡിയോയിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 1.5 ഇഞ്ചിൽ നിന്ന് നമ്മളിപ്പം സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് വളച്ച് ഒന്ന് വരയ്ക്കുക. അതുമല്ല, അങ്ങനെ വളച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതേപോലെ നമ്മൾ ആ 1.5 ഇഞ്ചിൽ നിന്ന് ആംഹോളിൻ്റെ കർവ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്ത് വരച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മുടെ ആ 3.5 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തില്ലായിരുന്നു, എത്രയാണോ 2 ഇഞ്ചാണോ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴ്ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ എത്രയാണോ തയ്യൽ തുമ്പ്, 2 ഇഞ്ചെങ്കിൽ 2 ഇഞ്ച്, 1.5 ഇഞ്ചെങ്കിൽ 1.5 ഇഞ്ച്. എന്നിട്ട് ആ തയ്യൽ തുമ്പ് തമ്മിൽ നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് വരച്ചിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കുവാണേ. അപ്പോൾ ഇതിൽ സ്ലീവ് ആണെങ്കിൽ 12 ഇഞ്ചാണ് ഫുള്ള് എനിക്ക് കിട്ടുന്നത്. അതിൽ നമ്മൾ 1.5 ഇഞ്ച് പോയിട്ട് ബാക്കി നമുക്ക് കിട്ടത്തുള്ളേ. ഇനി എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അതിന് വേണ്ടി സ്ലീവിൻ്റെ 2 സ്ലീവ് ഞാൻ എടുത്തിട്ടുണ്ട്, അടിയിലും മറ്റേ സ്ലീവും ഉണ്ട്. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് എടുത്തപ്പോൾ കട്ടായിപ്പോയി. അപ്പോൾ നല്ല അടിയിലും മറ്റേ സ്ലീവും ഉണ്ട്. അപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ ഒരേപോലെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ 1/2 ഇഞ്ചിൽ കണ്ടോ, തുടങ്ങുന്ന ഭാഗത്തൊന്ന് നേരിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് 1/2 ഇഞ്ചിൽ നമ്മൾ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇട്ടെടുത്ത ഭാഗത്തോട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ചിൽ നടുവശം ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഫ്രണ്ടാണെന്നറിയാൻ അവിടെ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യുന്നത് ക്യാൻവാസാണ്. ക്യാൻവാസ് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ടോപ്പിൽ കൊടുത്തതുപോലെ തന്നെ 1/2 ഇഞ്ച് മുകളിൽ നമ്മളിതുപോലെ മാർക്ക് ചെയ്യുക. ഇതിന്നിട്ട് നമ്മൾ ആ 1/2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് അതിൻ്റെ ലെങ്ത് എത്രയാണോ 6 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. 6 ഇഞ്ചാണ് എനിക്ക് ലെങ്ത് വേണ്ടത്. അതും ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ മുകളിൽ ഷോൾഡറിൻ്റെ ലൈൻ വരച്ചിട്ടില്ലേ, അവിടെ നിന്ന് താഴത്തേക്ക് 15 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ആ 15 ഇഞ്ചിൻ്റെ അവിടെ വരെയാണ് എനിക്ക് നെക്ക് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് 14 മതിയെങ്കിൽ 14 കൊടുക്കാം, 15 കുഴപ്പമില്ല കേട്ടോ. കറക്റ്റായിട്ട് നമ്മുടെ ആ ഭാഗം നമ്മുടെ ആ വേസ്റ്റിൻ്റെ ലൈൻ വരെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി എന്നിട്ട് നമ്മൾ 3.5 ഇഞ്ചാണ് മുകളിൽ നെക്കിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ 3.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ 15 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗത്തേക്ക് നമ്മൾ ആ 3.5 ഇഞ്ചിൽ നിന്ന് ഇതേപോലെ ഒരു ലൈൻ കൊടുക്കുക. ലൈൻ കൊടുത്തിട്ട് അപ്പോൾ ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാവും. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് വീനെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്കതത്ര നെക്കെല്ലാം കൂടെ മുറുകിയിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ വരച്ച വരയുടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. സെൻറ്റർ എന്നല്ല, 6 ഇഞ്ച് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് 1/2 ഇഞ്ച് സൈഡിലേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഇതേപോലെ 1/2 ഇഞ്ചിൽ നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച ലൈനിൻ്റെ ഇത് കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമുക്കൊരു വളവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അല്ലാതെ നമുക്ക് ആദ്യത്തെ നമ്മൾ ആ വരച്ച സ്ട്രെയിറ്റ് വി തന്നെ കറക്റ്റ് മതിയെങ്കിൽ അത് വെട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പം നെക്കെല്ലാം കൂടെ ഒരു പിടിച്ച് മുറുക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1/2 ഇഞ്ച് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്യുന്നത്. ഇനി എന്നിട്ട് ക്യാൻവാസിൽ നമ്മൾ 1 ഇഞ്ച് സൈഡിൽ ഇതേപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്യുക. നമ്മൾ അവസാനം 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അത് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കുഴിച്ച് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതും ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കുക. ഇനി എന്നിട്ട് ഈ കട്ട് ചെയ്ത് നമ്മുടെ ക്യാൻവാസ് ഒട്ടിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. ആ സെൻറ്ററിൽ നിന്ന് 3.5 ഇഞ്ച് 2 വശത്തേക്ക് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പം എന്നിട്ട് താഴത്തേക്ക് നമ്മൾ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്യണം.
നമ്മളത് നമ്മൾ ആ മുകളിൽ വരച്ച സെൻറ്റർ താഴത്തേക്ക് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്താൽ നമുക്കൊരിക്കലും നെക്കിൻ്റെ ആ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാതെ നമുക്ക് കിട്ടും. ബിഗിനേഴ്സിനായവർക്കായാലും പെട്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട് ഒട്ടുന്നത്. അപ്പോൾ നല്ല ആ മിനുസമുള്ള ഭാഗം നമ്മൾ ഇതേപോലെ ആദ്യത്തെ 3.5 ഇഞ്ചിൽ വെക്കുക. പിന്നെ അടുത്ത 3.5 ഇഞ്ചിൽ മറ്റേ വശവും വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചൊന്ന് എടുക്കുക. അപ്പം ഞാൻ ഇതേപോലെ ഒട്ടിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സെൻറ്ററൊക്കെ കറക്റ്റ് ആ ഭാഗത്ത് തന്നെ വരണം. ഇനി എന്നിട്ട് 1/4 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ തുണിയൊന്ന് വിട്ടിട്ട് നമ്മളിതുപോലെ ബാക്കി തുണിയെല്ലാം ഒന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റുക. 1/4 ഇഞ്ച് മാത്രം മതി. എന്നിട്ട് ആ 1/4 ഇഞ്ച് നമ്മൾ തുണി വിട്ടില്ലേ, ആ ഭാഗം ഒന്ന് നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അയൺ ചെയ്യുകയോ അല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിക്കുകയോ ചെയ്യും. ഇനി എന്നിട്ട് നമ്മൾ ഇതുപോലെ മുമ്പേ ആ നെക്കിൻ്റെ ആ ഭാഗം കട്ട് ചെയ്തില്ലേ, ആ ക്യാൻവാസ് പേപ്പർ ഞാൻ പിന്നെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ 1/2 ഇഞ്ചും താഴത്തേക്ക് നമ്മൾ 6 ഇഞ്ച് നെക്കിൻ്റെ ലെങ്തുമാണ് മാർക്ക് ചെയ്തത്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്തുമാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ആ 6 ഇഞ്ചിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള കട്ടിങ് നമുക്കിങ്ങ് എടുക്കുവാണേ. ആ കട്ടിങ് വെച്ച് നമ്മൾ താഴെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് നെക്ക്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ കട്ടിങ് എടുക്കുക. അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി, അത് കളയരുതെന്ന്. അപ്പോൾ ആരും എടുത്താൽ മതിയേ. ഇനി എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ച് ക്യാൻവാസിൻ്റെ ഷീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടേക്കുവാണേ. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ തുണി ഇട്ടേക്കുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന തുണി, പ്ലെയിൻ തുണി നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടേക്കുക. എന്നിട്ട് ആ ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ 2 സൈഡിലേക്കും 2 ഇഞ്ച് വെച്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് നമ്മുടെ ആ നെക്കിൻ്റെ അടിഭാഗത്ത് വരുന്ന പീസാണ്, നമ്മളത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ഒട്ടും കുറഞ്ഞു പോകരുത്, അല്ലെങ്കിൽ നമ്മൾ കുറേ ഇട്ട് കഴിയുമ്പോൾ പിഞ്ചിപ്പോവും തുണി. അപ്പോൾ അതിന് വരാതിരിക്കാൻ വേണ്ടി ഇച്ചിരി ഏറെ 2 ഇഞ്ചിന് വരെ 3 ഇഞ്ച് വേണേലും എടുക്കാം. നമുക്ക് ഇച്ചിരി കൂടിപ്പോയാലും നമുക്ക് ലാസ്റ്റ് അത് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഇതേപോലെ 2 മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ആ മാർക്കിങ്ങിൻ്റെ അവിടെ ഗ്യാപ്പ് ഇടുവാണേ. ആ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി എല്ലാ ഭാഗവും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ ആ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭാഗം ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ആ തിരിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ആ ഗ്യാപ്പ് ഇട്ട ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തൊന്ന് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഫുള്ളെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ തുണി ഒരു കാരണവശാൽ പിഞ്ചി പോകത്തില്ല. ഇനി എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ലൈനിങ് ഇതേപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ നല്ല തുണിയും വെച്ചിട്ട് ലൈനിങ്ങും നല്ല തുണിയും കൂടി തമ്മിൽ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഷോൾഡറും ആ മുകളിൻ്റെ അവിടെ എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്ത ആ ഫാബ്രിക് ഉണ്ടല്ലോ, സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമ്മളിതേപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുക്കുമ്പം ക്യാൻവാസിൻ്റെ തൊട്ടരികത്തൂടെ സ്റ്റിച്ച് കൊടുക്കണേ. എന്നിട്ട് 1/4 ഇഞ്ച് ഇവിടെയും ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ബാക്കിയൊന്ന് കട്ട് ചെയ്തൊന്ന് കളയുക. ഇനി എന്നിട്ട് നമ്മൾ ഓരോ ഭാഗവും ഓരോ ഇഞ്ച് ഇടവിട്ട് നമ്മളിതേപോലെ ഓരോരോ കട്ടിങ്ങോടെ കൊടുക്കുക. കട്ടിങ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ ഷീറ്റ് കറക്റ്റായിട്ട് തിരിച്ചിടാൻ വേണ്ടിയാണ്. എന്നിട്ട് അപ്പോൾ നമ്മൾ കണ്ടാവും തിരിച്ചിട്ടപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഇത് നമുക്ക് ഒന്നെങ്കിൽ ഒന്ന് അയൺ ചെയ്യുക. ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് അയൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കാം. ഇനി എന്നിട്ട് നമുക്കാണ് 1/2 ഇഞ്ച് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആദ്യം, അതേപോലെ തന്നെ ഇതിൻ്റെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ, 6 ഇഞ്ചല്ലേ നെക്കിൻ്റെ ലെങ്ത്, ഷോൾഡറും കൂടെ കൂട്ടിയിട്ടല്ലേ 6.5 ഇഞ്ച്. അപ്പോൾ 6 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്ത് 2 വശവും 2 ഭാഗത്തും ഇതേപോലെ ഒന്ന് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മടക്കി പിടിച്ചിട്ട് നമ്മൾ ആ കൊടുത്ത 2 മാർക്കിങ് കൊടുത്തില്ലേ, അത് രണ്ടും കറക്റ്റായിട്ട് കിട്ടുന്ന ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. താഴത്തെ സെൻറ്ററും കറക്റ്റ് വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമുക്ക് 2 മാർക്കിങ്ങും ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ആ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ പീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എഡ്ജ് ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടോ നമുക്ക് കറക്റ്റ് സെൻറ്ററിലും കറക്റ്റ് സൈഡിലുമായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മുടെ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. ബാക്ക് നെക്കിന് 1/2 ഇഞ്ച് മുകളിൽ ക്യാൻവാസ് ഫോൾഡ് ചെയ്തിട്ട് 1/2 ഇഞ്ച് ഷോൾഡറിന് മാർക്ക് ചെയ്തു, 5 ഇഞ്ച്
ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തു. ഇവിടുത്തെ നെക്കിൻ്റെ വിട്ട് എത്രയാണ്? 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിതേപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മൾ ഈ കറക്റ്റായിട്ട് നമുക്ക് ഈ ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പിലുള്ള നെക്കും ഇതേപോലെ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ഇനി എന്നിട്ട് സൈഡിലേക്ക് ഓരോ ഇഞ്ച് നമ്മൾ വെച്ചിട്ട് ഈ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ ആം ഹോൾ കർവ് വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് വെക്കണം കേട്ടോ. അത് ഒത്തിരി യൂസ് ഉണ്ട് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക്. ഈ ആം ഹോൾ കർവ് വെച്ചിട്ട് പല പല യൂസിൽ നമുക്ക് ഓരോന്നും ചെയ്യാം. ഇതുപോലെ നമ്മൾ ഓരോ ഇഞ്ച് ക്യാപ്പ് വിട്ടിട്ടില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല റൗണ്ടുള്ള ന്യൂ നെക്ക് കിട്ടി. എന്നിട്ട് നമ്മളിതേപോലെ ഒരു തുണിയിലേക്ക് ഒട്ടിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ 1/4 ഇഞ്ചിൽ നമ്മളിതേപോലെ ഒന്ന് ക്യാൻവാസിൻ്റെ ക്യാൻവാസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ബാക്കിൻ്റെ നെക്കിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ക്യാൻവാസും കൂടെ ഇതേപോലെ ക്യാൻവാസെ കൊള്ളാതെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഓരോ ഇഞ്ച് ഇടവിട്ട് ഗ്യാപ്പിൽ ഓരോന്ന് സ്റ്റിച്ച് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ. ഇനി എന്നിട്ട് നമ്മളത് തിരിച്ചിടാതെ ഇതുപോലെ ക്യാൻവാസിൻ്റെ ബാക്കിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ നല്ല വശവും ബാക്കിൻ്റെ നല്ല വശവും കൂടി ഇതുപോലെ വെച്ചിട്ട് നമ്മളിതേപോലെ മടക്കി 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ഇടാമേ, താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളത് സെപ്പറേറ്റ് വീഡിയോ ഇട്ട് മനസ്സിലാക്കി തരാം. ഇനി എന്നിട്ട് നമ്മളിതുപോലെ ബാക്കൊന്ന് എൻ്റെ എഡ്ജ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇനി എന്നിട്ട് ബാക്കിൽ സ്ലീവാണ്. സ്ലീവിന് വേണ്ടി നമ്മൾ ആ പ്ലെയിനായിട്ട് എടുത്ത മെറ്റീരിയലിൽ 3 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ആ 3 ഇഞ്ചിൻ്റെ പീസ് ഞാൻ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ ചീത്തവശം, ആ ഫാബ്രിക്കിൻ്റെ സ്ലീവിൻ്റെ ചീത്തവശം വെച്ചിട്ട് നല്ല വശത്ത് നമ്മളിതേപോലെ 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ കണ്ടോ, 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ബോർഡർ പോലെ കൊടുക്കാൻ വേണ്ടിയാണ് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിതേപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കണം. എന്താ പതിച്ചടിക്കാന്ന് പറയത്തില്ലേ, അതേപോലെ പതിച്ചടിക്കണം. പതിച്ചടിക്കുമ്പോൾ നമ്മൾ ആ പ്ലെയിനിൻ്റെയും പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെയും 2 പീസ് ഒരേപോലെ വെച്ചിട്ട് വേണം നമ്മൾ പതിച്ചടിക്കാൻ, എന്നാലേ നമുക്ക് ആ സ്ലീവിന് വൃത്തി കൊള്ളും. ഇനി എന്നിട്ട് അതിങ്ങോട്ട് തിരിച്ച് നമ്മുടെ നല്ല വശത്തേക്ക് എടുത്തിട്ട് നമ്മൾ മറ്റേ ഭാഗത്തും 2 ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. 1/2 ഇഞ്ചിൽ മടക്കി 2 ഭാഗത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കണം. എന്നിട്ട് അപ്പം നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ബോർഡർ കിട്ടി. ഇനി എന്നിട്ട് നമ്മളിതേപോലെ ഷോൾഡറിൻ്റെ സെൻറ്ററും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് 2 സൈഡിലേക്ക് നമ്മളിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ ഫ്രണ്ടിൻ്റെ സ്ലീവും നമ്മുടെ ഫ്രണ്ട് ടോപ്പിൻ്റെ അവിടെ തന്നെ വന്ന് നിൽക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്ലീവ് ചുളുങ്ങി ഒരു വല്ലാത്ത പരുവത്തിലായിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം. ഫ്രണ്ട് ആം ഹോളിൻ്റെ അവിടെ തന്നെ ഫ്രണ്ട് ഭാഗം വരാൻ തന്നെ ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചിട്ട് നമ്മളിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇനി എന്താ, നമ്മൾ ചെസ്റ്റും വേസ്റ്റും സ്ലീവിൻ്റെ വണ്ണവും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് ഹിപ്പിൻ്റെ വണ്ണവും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒരു സ്റ്റിച്ച് ഒന്ന് കൊടുക്കുക. അതാണ് നമ്മൾ ഫൈനലായിട്ട് ഷേപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് സെൻറ്റർ നമ്പർ. എന്നിട്ട് നമ്മൾ ആ ഹിപ്പിൻ്റെ അവിടെ വരെ ആ വേസ്റ്റിൻ്റെ കുറച്ച് താഴെ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ലൈനിങ് ഉള്ളത് കൊണ്ട് ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് ഈ ലൈനിങ് മുകളിലേക്ക് ഇട്ടിട്ട് നല്ല തുണി ഇതേപോലെ നമ്മൾ 1 ഇഞ്ചാണ്, 1 ഇഞ്ച് അല്ലെ 1/2 ഇഞ്ചാണ് നമ്മൾ വിട്ടേക്കുക. 1/2 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഒന്ന് താഴ്ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നല്ല തുണി മാത്രം സ്റ്റിച്ച് ചെയ്യുക. ഇനി എന്നിട്ട് നമ്മൾ എന്താണെന്നറിയാം, നമ്മുടെ ആ വേസ്റ്റിൻ്റെ അവിടെ വരെ മാർക്ക് ചെയ്തില്ലേ, അതിന് കുറച്ച് മേലെയാക്കിയിട്ട് സ്റ്റിച്ച് തുടങ്ങി താഴോട്ട് നമ്മൾ ഇതേപോലെ ലൈനിങ് മാത്രമായിട്ടും സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ നല്ല തുണിയും ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഇനി എന്നിട്ട് നമുക്ക് ഇനി അടുത്ത് എന്താ ചെയ്യാനുള്ളത്, അടിവശം ഒന്ന് മടക്കി അടിക്കണം. ആദ്യം ഒന്ന് മടക്കി പിന്നെ ഒന്നും കൂടെ മടക്കിയിട്ട് അടിവശവും കൂടെ മടക്കി അടിക്കണം. അപ്പോൾ ഈ അടിവശമൊക്കെ ഞാൻ മടക്കി അടിക്കുമ്പോൾ നേരിയതായിട്ട് ഞാൻ മടക്കി അടിക്കത്തുള്ളൂ, ഇലയിൻ കുർത്തിക്ക് മാത്രം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നെക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണ് നമുക്കിതെല്ലാം കെട്ടിയേക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ നെക്ക് വിട്ടും സെൻറ്ററും ഒക്കെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ബോർഡർ കണ്ടോ കിട്ടിയേക്കുന്നതും ചെറിയ സ്ലീവാണ്. ഞാനപ്പോൾ ഒത്തിരി നീളത്തിലുള്ള സ്ലീവല്ല വെച്ചേക്കുന്നത്, നമ്മുടെ കൈയുടെ ആ മുട്ടിന് മേലെ വരെ വരുന്ന സ്ലീവാണ്.
അപ്പോൾ കണ്ടോ നമുക്ക് നല്ല വിരിവിൽ നമ്മുടെ താഴ്ഭാഗവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു.